സോ 22 വരെ നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ആണ്. അപ്പോൾ 1,45,625 വരെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു കഴിഞ്ഞു. സോ ഗവൺമെന്റ് മേഖലയിലുള്ള BDSന്റെ ഏറ്റവും വലിയ സാധ്യത തന്നെയാണോ? സോ 1,55,000 റാങ്കിന് വരെ ഇതനുസരിച്ച് റൗണ്ട് 2-ൽ നമുക്ക് സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല സോ കേരള അലോട്ട്മെന്റിലൂടെ അല്ലാതെ കേരളത്തിൽ കാലിക്കറ്റിലൊക്കെ പഠിക്കാനുള്ള അവസാന അവസരമാണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് എയിംസിലേക്ക് കിടക്കാം. എയിംസ്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം RKNX. സോ മക്കളെ, ഓൾ ഇന്ത്യയുടെ ആദ്യ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ എന്ന് വരെയാണ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്. അതിന്റെ പുതിയ സ്കെഡ്യൂള് MCC അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കെഡ്യൂള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് റൗണ്ട് 2 എന്ന് മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത് കാണാം. റൗണ്ട് 2-ലുള്ള നിങ്ങളുടെ വളരെ വലിയ സാധ്യതകൾ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. യെസ്, അപ്പോൾ ഇതാണ് ആദ്യഘട്ട റൗണ്ട് 1-ന്റെ ആദ്യത്തെ റൗണ്ടിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂൾ ഇതായിരുന്നു. രജിസ്ട്രേഷൻ ജൂലൈ 21 മുതൽ ഉണ്ടായിരുന്നു. ആൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നത് 13-നാണ്, ഓഗസ്റ്റ് 13-നാണ്. ഓക്കെ, ഓഗസ്റ്റ് 14 മുതൽ ഓഗസ്റ്റ് 22 വരെ 9 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 22 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് പോയി റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം 18-നുള്ളിൽ കേരളയുടെ ആദ്യ അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റിൽ നിങ്ങളുടെ സാധ്യത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൾ ഇന്ത്യയിൽ പോയി ജോയിൻ ചെയ്താൽ മതിയാവൂ. കാരണം 22 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഒരു 18-നോ 19-നോ നിങ്ങൾ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് കേരളയുടെ അലോട്ട്മെന്റിന് വേണ്ടി വേണമെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് ആ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് 23 വരെ ആയിരിക്കും നിങ്ങൾ കൊടുത്ത ഡേറ്റ്. നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ 23-നായിരിക്കും നടക്കുക. യെസ് മക്കളെ, സോ 24th മുതൽ നമുക്ക് റൗണ്ട് 2 എക്സ്പെക്ട് ചെയ്യാം. 24th ശേഷം റൗണ്ട് 2 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഓൾ ഇന്ത്യയുടെ. അപ്പോഴേക്കും കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നു കഴിയും. കേരളത്തിലെ സാധ്യതകൾ ഏകദേശം ഓൾറെഡി വന്ന ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റിലൂടെ, ആ ഒരു ലിസ്റ്റിലൂടെ ഏകദേശം നിങ്ങളുടെ ആദ്യ അലോട്ട്മെന്റിന്റെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണും. എങ്കിൽ കൂടി 18-നുള്ള റിസൾട്ട് വരട്ടെ, നമുക്ക് അത് മനസ്സിലാക്കാം. അതിനുശേഷം റൗണ്ട് 2-ലേക്ക് പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. യെസ്, ഇനി നമുക്ക് ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റുകളുണ്ട്. അതായത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തൃശ്ശൂരും ഒക്കെ 15% സീറ്റുകൾ ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴിയാണ് നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് റൗണ്ട് 2-ൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ കൂടി, അല്ലെങ്കിൽ എയിംസിൽ നിങ്ങളുടെ സാധ്യത എന്താണ്? ഇതൊക്കെ നമ്മൾ നോക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഓപ്പൺ കാറ്റഗറി 21,190 വരെ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞു. 21,190 വരെ. അപ്പൊ കഴിഞ്ഞ തവണ 19,603 റൗണ്ട് 1-ൽ കിട്ടിയത്. റൗണ്ട് 2-ൽ 22,995 കിട്ടി. അതായത് ഒരു 2,000-3,000 റൗണ്ട് വരെ സാധ്യതകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഇവിടെ 21,000 കുട്ടികൾക്ക് കിട്ടി. അപ്പോൾ ഒരു 22,000, 23,000 ഓൾ ഇന്ത്യ റാങ്കിന് റൗണ്ട് 2-ൽ രണ്ടാമത്തെ റൗണ്ടിൽ ഒരു ഗവൺമെന്റ് സീറ്റ്. അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുമാകാം, കേരളത്തിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ EWS ഇക്കണോമിക്കലി വീക്കർ സെഷൻ 25,559 കിട്ടിയത്. കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത് 23,419. അടുത്ത റൗണ്ടിൽ 26,700 വരെ കിട്ടി. അപ്പൊ ഇത്തവണ 25,000 ഒരു 27,000, 28,000 ഓൾ ഇന്ത്യ റാങ്കിന് വരെ റൗണ്ട് 2-ൽ സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. OBCക്ക് 21,452 ഈ വർഷം കിട്ടിയത്. കഴിഞ്ഞ വർഷം 20,000 മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ഇത്തവണ അതിലും കൂടുതൽ സാധ്യത നിങ്ങൾക്കുണ്ട്, പ്രതീക്ഷയുണ്ട്. 25,000 വരെ കിട്ടി. സോ ഒരു 2,000 റാങ്കും കൂടി മുന്നോട്ട് എക്സ്പെക്ട് ചെയ്യാൻ നമുക്കൊരു 26,000, 27,000 റാങ്കുകാർക്ക് റൗണ്ട് 2-ൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം രജിസ്ട്രേഷൻ നടത്താത്തവര് ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു 25,000, 27,000 റാങ്കുകാർക്ക് വരെ റൗണ്ട് 2-ൽ നമ്മൾ സീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് MBBS സീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് സാധ്യത കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ശ്രമിച്ചു നോക്കാം. യെസ്, അടുത്തത് OBC പറഞ്ഞു 21,000, ഒരു 23,000, 24,000 റാങ്ക് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. SC കാറ്റഗറി 1,11,389 വരെ കിട്ടി. കഴിഞ്ഞ വർഷം 1,05,676 വരെയായിരുന്നു കിട്ടിയത്. ഒരു 2,000 റാങ്ക്, 2,000 അല്ല, ഒരു 15,000 റാങ്കോളം, ഏകദേശം 20,000 റാങ്കോളം മുന്നോട്ട് വന്നിട്ടുണ്ട്. 1,25,000 വരെ രണ്ടാം റൗണ്ടിൽ കിട്ടിയിരുന്നു. അതായത്
ഏകദേശം ഒരു 20,000 റാങ്ക് മുന്നോട്ട് വരെ കിട്ടിയിരുന്നു. അപ്പൊ ആദ്യ അലോട്ട്മെന്റിൽ വന്നത് 1,10,000 ആണെങ്കിൽ ഒരു 1,30,000 അല്ലെങ്കിൽ ഒരു 1,25,000 റാങ്കിനൊക്കെ റൗണ്ട് 2-ൽ SC കാറ്റഗറിയിൽ റൗണ്ട് 2-ൽ ഗവൺമെന്റ് MBBS സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. ST കാറ്റഗറി 1,40,625 ആദ്യ റൗണ്ടിൽ തന്നെ സീറ്റ് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ റാങ്കിനാണ് റൗണ്ട് 1-ൽ കിട്ടിയത്, 1,45,207. അപ്പോൾ റൗണ്ട് 2-ൽ എത്തിയപ്പോഴേക്കും ST കാറ്റഗറി 1,55,000 കിട്ടി. അപ്പൊ ഇത്തവണയും റൗണ്ട് 2-ൽ ഒരു 1,55,000 റാങ്കിനാണ് ഗവൺമെന്റ് MBBS സീറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ളതാ. ഇനി ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ കേരളത്തിൽ കിട്ടിയത് നമ്മളൊന്ന് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഏകദേശം ഒരു 5,800 റാങ്കിന് കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു കോളേജിൽ MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 5,800 ഓൾ ഇന്ത്യ റാങ്കിനാണ്. ഒരു 6,000 ഓൾ ഇന്ത്യ റാങ്കിനുള്ളിൽ വന്നാൽ റൗണ്ട് 2-ൽ നമുക്ക് കേരളത്തിൽ തന്നെ MBBS ഓപ്പൺ കാറ്റഗറിയിൽ ഒരു സീറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി OBC നോക്കുകയാണെങ്കിൽ ഏകദേശം 6,400 റാങ്കിന് വരെയാണ് കേരളത്തിൽ ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത്. 6,400 ആണ് OBCക്ക് റൗണ്ട് 1-ൽ കിട്ടിയിരിക്കുന്നത്. സോ ഒരു 7,000-നുള്ളിലായിരിക്കും റൗണ്ട് 2-ലും വരാനായിട്ട് സാധ്യത. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ ST കാറ്റഗറിയിൽ 1,24,800 വരെ കിട്ടിയിട്ടുണ്ട്. 1,25,000 റേഞ്ചിനുള്ളിൽ തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ST കാറ്റഗറിയിലുള്ള കുട്ടികളോടാണ്. ഓൾ ഇന്ത്യ റാങ്ക് ഒരു 1,26,000-നുള്ളിലാണെങ്കിൽ റൗണ്ട് 2-ൽ തീർച്ചയായും കേരളത്തിൽ തന്നെ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് SC കാറ്റഗറിയാണ്. SC കാറ്റഗറിക്ക് ലഭിച്ചിരിക്കുന്നത് 71,625 വരെയാണ് കേരളത്തിൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് 71,000-ന് സീറ്റ് ലഭിച്ചത്. സോ ഒരു 73,000 75,000 റാങ്കിനുള്ളിലാണെങ്കിൽ കേരളത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് ആണ് പറയുന്നത് കേട്ടോ, കേരളത്തിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 22,000 റാങ്കിന് വരെയാണ് ഏകദേശം ആദ്യ റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഇത് ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളിലെയും കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നീറ്റ് എലിജിബിലിറ്റി നേടിയ എല്ലാ കുട്ടികളിലും ഓൾ ഇന്ത്യ റാങ്ക് 22,000-നുള്ളിൽ വന്ന കുട്ടിക്കാണ് ഏകദേശം ഇക്കണോമിക്കലി വീക്കർ സെഷൻ EWS വിഭാഗത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് ലഭിച്ചത് ഓൾ ഇന്ത്യ കോട്ട വഴി. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ കണ്ടത് കേരളത്തിലെ സാധ്യതകളാണ്. ഇനി നമുക്ക് എയിംസിന്റെ സാധ്യതകൾ നോക്കാം. എയിംസ് കോളേജുകളിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഓരോ കാറ്റഗറിയിലും? ഓക്കെ, ആദ്യത്തേത് എയിംസ് ഡൽഹിയാണ്. എയിംസ് ഡൽഹി ആർക്കാണ് എയിംസ് ഡൽഹിയിൽ കിട്ടിയിരിക്കുന്നത് നോക്കാം. ഓൾ ഇന്ത്യ റാങ്ക് 48 ജനറൽ കാറ്റഗറി ഓൾ ഇന്ത്യ റാങ്ക് 48-ന് മാത്രമാണ് എയിംസ് ഡൽഹിയിൽ ഇത്തവണ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് റൗണ്ട് 1-ൽ. അപ്പൊ എപ്പോഴും ടോപ്പ് റാങ്കേഴ്സ് മാത്രമാണ് എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടുക. അത്രയും ഇന്ത്യയിലെ ടോപ്പ് കോളേജസിൽ ടോപ്പ് 1 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന എയിംസ് ഡൽഹിയാണ്. യെസ്, OBC കാറ്റഗറി 206 റാങ്കിനാണ് കിട്ടിയിരിക്കുന്നത്. EWS 254, SC 644, ST 1,405-നുമാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ജനറൽ കാറ്റഗറി ഓരോ എയിംസുകളും പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3,597 വരെ കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ റാങ്ക്. എയിംസ് മധുരയിലാണ് 3,597-ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും തീർച്ചയായും അവസരങ്ങളുണ്ട് എയിംസ് ക്യാമ്പസുകളിൽ റൗണ്ട് 2-ലാണെങ്കിലും. OBC കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ 4,627-ന് വരെ കിട്ടിയിട്ടുണ്ട് എയിംസിൽ. എയിംസ് മധുര തന്നെയാണ്. EWS 6,467-ന് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ 254 ക്ലോസിംഗ് റാങ്ക് വന്നത്. ബട്ട് എയിംസ് മധുരയിൽ 6,400-ന് വരെ അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് SC കാറ്റഗറി 33,807 ഓൾ ഇന്ത്യ റാങ്കിന് വരെ എയിംസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി റൗണ്ട് 1-ൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സാധ്യത കിടപ്പുണ്ട്. ആ സാധ്യത ഒന്ന് മനസ്സിലാക്കുക. യെസ്, അടുത്തത് ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 55,735-ന് വരെ എയിംസിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു റൗണ്ട് 1-ൽ. 45,000-ന് ലഭിച്ചിട്ടുണ്ട്. 48,654-ന് ലഭിച്ചിട്ടുണ്ട് എയിംസ് കല്യാണിയിലാണ്. ദെൻ 51,396-നും 54,984-നും എയിംസിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു. സോ ഇതാണ് ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടുള്ള
ഓൾ ഇന്ത്യ കോട്ട വഴിയും എയിംസ് വഴിയും ഒക്കെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സാധ്യതകൾ. സോ റൗണ്ട് 2ലേക്ക് പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് റൗണ്ട് 2 എന്നും റൗണ്ട് 2ൽ ഫ്രീ എക്സിറ്റും കാര്യങ്ങളും ഉണ്ടോ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയും കൂടി കണ്ടതിന് ശേഷം റൗണ്ട് 2ലേക്ക് പോകണോ, അപ്ലൈ ചെയ്യണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക മക്കളെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.